തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും മുന്നോട്ട് നീങ്ങുമ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട വിശുദ്ധമായ ഖുർആനിന്റെ ഒരു അധ്യാപനമുണ്ട്. കൂനൂ ഖവാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കൂനൂ ഖവാമീന ബിൽ ഖിസ്ത്. നിങ്ങളുടെ നീതിയുടെ പക്ഷത്ത് നിൽക്കണേ, ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണേ, നന്മയുടെ പക്ഷത്ത് നിൽക്കണേ, ഉപകാരത്തിന്റെ പക്ഷത്ത് നിൽക്കണേ. നാട്ടുകാർക്ക് ഉപകാരമുള്ള, നാടിനുപകാരമുള്ള, രാജ്യത്തിനുപകാരമുള്ള പക്ഷത്ത് നിങ്ങൾ നിൽക്കണേ എന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. നീതിയുടെ പക്ഷത്തായിരിക്കണം നിങ്ങൾ നിലകൊള്ളേണ്ടത്. വോട്ടവകാശം എന്നുള്ളതൊരു അമാനത്താണ്. വളരെയേറെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു അമാനത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. 4 ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, 4 ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അതൊരു നഷ്ടമല്ല. അതിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പ്രവാചകൻ പറഞ്ഞത് വഹിഫുൽ അമാന, ഉത്തരവാദിത്ത പൂർത്തീകരണത്തിൽ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നൊരു മനുഷ്യന് കൃത്യമായ അവബോധത്തോടെ, കൃത്യമായ ബോധത്തോടുകൂടി തന്റെ ഉത്തരവാദിത്വത്തെ പൂർത്തീകരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് കൃത്യമായ വിവേകത്തോടു കൂടിയുള്ള വോട്ടവകാശം രേഖപ്പെടുത്തൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ കൃത്യമായി പൂർത്തീകരിക്കപ്പെടേണ്ട അമാനത്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അധ്യാപനമാണ്. ഹിർഖറിന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാനോട് ചോദിക്കുന്നു, നിങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുന്ന പുതിയ പ്രവാചകന്റെ അധ്യാപനങ്ങൾ എന്താ? മക്കയുടെ മണ്ണിൽ പ്രബോധനവുമായി കിടന്നു വന്ന മുത്തു ഹബീബിന്റെ അധ്യാപനങ്ങൾ അബൂ സുഫിയാൻ ഹിർഖറിന്റെ കൊട്ടാരത്തിൽ എണ്ണി പറയുമ്പോ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞതാണ് ഹിഫ്ളുൽ അമാന, ഉത്തരവാദിത്വം കൃത്യമായി പൂർത്തീകരിക്കണമെന്നത് പ്രവാചകന്റെ അധ്യാപനമാ. വോട്ടവകാശം അത് കൃത്യമായി പൂർത്തീകരിക്കേണ്ടത് ഒരു മനുഷ്യന്റെ അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത പൂർത്തീകരണത്തിൽ കൃത്യമായ ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവണം. വിശ്വാസികളോടുള്ള ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവല്ലോ, അമാനത്ത് പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ, അമാനത്തിൽ ഉത്തരവാദിത്ത പൂർത്തീകരണത്തിൽ വീഴ്ച വരുത്തുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്ത്യനാളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ വോട്ടവകാശം എന്ന് പറയുന്ന ആ ഉത്തരവാദിത്തത്തെ അവിവേകത്തോടെ, വിവേകമില്ലാതെ ഒരാൾ ഉപയോഗിക്കുന്നത് കണ്ടാൽ അത് നാടിന്റെ നാശമാണ്, നാടിന്റെ നാശമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം, കൃത്യമായ അവബോധം നമുക്കുണ്ടാവണം. കൃത്യമായ രീതിയിലുള്ള ശ്രദ്ധയോടുകൂടിയുള്ള വോട്ടവകാശം രേഖപ്പെടുത്താൻ ഒരു മുഅ്മിനായ മനുഷ്യർക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം എന്താണ്? അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം എന്താണ്? കൃത്യമായ തിരഞ്ഞെടുപ്പാണ്, വിവേകത്തോടുകൂടിയുള്ള തിരഞ്ഞെടുപ്പാണ് ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ നിദാനമെന്ന് പോലും വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. കൃത്യമായ വിവേകത്തോടു കൂടിയുള്ള തിരഞ്ഞെടുപ്പ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രണ്ടാലൊരു കാര്യത്തെ, രണ്ടാലൊരു വ്യക്തിയെ, രണ്ടാലൊരു വഴിയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കിടന്നു വരാറുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ, ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തോട്ട് കടന്നു വരുമ്പോ അള്ളാഹു അവനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും അവനക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്നു. എന്നിട്ടോ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ.
അള്ളാഹു രണ്ടാലൊരു വഴിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവനക്ക് നൽകുകയാണ്. രണ്ടാലൊരു വഴിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം. ഇമ്മാ ഷാക്കിറ, ഒന്നില്ലെങ്കിൽ അത് നന്മയുടെ വഴിയാണ്, അത് തൗഹീദിന്റെ വഴിയാണ്, അത് സൽക്കർമ്മത്തിന്റെ വഴിയാണ്, അത് നമസ്കാരത്തിന്റെ വഴിയാണ്, നോമ്പിന്റെ വഴിയാണ്, സഹജീവി സ്നേഹത്തിന്റെ വഴിയാണ്, സഹവർത്തിത്വത്തിന്റെ, സഹകരണത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ വഴിയാണ്, അത് നന്മയുടെ വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള പാതയാണ്. ഒന്നില്ലെങ്കിൽ വിവേകമുള്ള മനുഷ്യൻ അതിനെ തിരഞ്ഞെടുക്കും. ഇമ്മാ കഫൂറാ, അതല്ലെങ്കിൽ താൽക്കാലികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, തന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ തിരഞ്ഞെടുക്കുന്ന തിന്മയുടെ നന്ദികേടിന്റെ വഴിയാണ്, അത് പരാജയത്തിന്റെ വഴിയാണ്. അതുകൊണ്ടൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇഹപരലോക വിജയത്തിന്റെ നിദാനം പോലും കൃത്യമായ വിവേകത്തോടു കൂടിയുള്ള തിരഞ്ഞെടുപ്പാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ചാൽ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലും പലപ്പോഴും ഈ ഘട്ടം കടന്നു വന്നിട്ടുണ്ട്. രണ്ടാലൊരു വസ്തു തിരഞ്ഞെടുക്കേണ്ട ഘട്ടം. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ യാത്ര പോകുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഒരു പാത്രത്തിൽ പാലാണ്, മറ്റൊരു പാത്രത്തിൽ മദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുക്കുന്നത് പാലാണ്. വിശ്വാസികളോടുള്ള പ്രവാചകന്റെ അധ്യാപനമാണ്. കൃത്യമായ വിവേകത്തോടു കൂടിയുള്ള തിരഞ്ഞെടുപ്പാവണം. അല്ലാഹുവിന്റെ റസൂലുമാ ഖുയ്യിറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ അംറൈനി ഖത്തു ഇല്ലാ ഖദ ഐസറഹുമാ. അല്ലാഹുവിന്റെ റസൂലിന് രണ്ടായൊരു കാര്യത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചാൽ ഇല്ലാ ഖദ ഐസറഹുമാ, പ്രവാചകൻ ഏറ്റവും വിവേകത്തോടു കൂടി അല്ലാഹുവിന്റെ റസൂൽ തനിക്കും തന്റെ സമുദായത്തിനും ഉപകാരപ്പെടുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരഞ്ഞെടുത്തിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. പ്രവാചകൻ ഒരു മലഞ്ചെരുവിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ താഴോട്ടിറങ്ങി വരുന്നു. സഹാബത്തിനോട് പറയുന്നു, സഹാബ, എന്നെ മുമ്പിൽ രണ്ടാലൊരു കാര്യത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം എനിക്ക് നൽകപ്പെട്ടു. എന്തെന്നറിയുമോ? ഒന്നില്ലെങ്കിൽ എന്റെ സമുദായത്തിന്റെ പകുതി ആളുകൾക്ക് സ്വർഗപ്രവേശനം, അതല്ലെങ്കിൽ മുഴുവൻ സമുദായത്തിനും ശുപാർശ ചെയ്യാനുള്ള ഷഫാഅത്തിന്റെ അവകാശം. ഈ രണ്ടാലൊരു കാര്യം തിരഞ്ഞെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. സഹാബ, ഞാൻ ഷഫാഅത്തിനെയാണ് തിരഞ്ഞെടുത്തത്. കാരണം എൻ്റെ ഷഫാഅത്ത് കൊണ്ട് മുഴുവൻ സമുദായത്തിനും ഉപകാരമാണ്. ഈ സമുദായത്തിന് മുഴുവനും ഉപകാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായ വിവേകത്തോടെ, ദീർഘവീക്ഷണത്തോടുകൂടി ഓരോ കാര്യങ്ങളെയും തിരഞ്ഞെടുത്തിരുന്നു. ഇത് വിശ്വാസികൾക്കുള്ള അധ്യാപനമാണ്. അല്ലാഹുവിന്റെ റസൂൽ മക്കയുടെ മണ്ണിലേക്ക് വിജയശ്രീലാളിതനായി കടന്നു വരുമ്പോ പ്രവാചകൻ ഒന്നില്ലെങ്കിൽ പ്രതികാരത്തെ തിരഞ്ഞെടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തത് വിട്ടുവീഴ്ചയാണ്. ത്വായിഫിന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ സമയത്ത് ത്വായിഫിന്റെ ജനതയിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മലക്കുകൾ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ കടന്നു വന്നു. പ്രവാചകരെ പ്രതികാരം ചെയ്യണോ, പ്രവാചകരെ പ്രതികാരം ചെയ്യണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട വേണ്ട, വിട്ടുവീഴ്ചയാണ്, വിട്ടുവീഴ്ചയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെല്ലാം കൃത്യമായ തിരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈ വോട്ടവകാശം നമ്മൾ രേഖപ്പെടുത്തുമ്പോ അത് കൃത്യമായ അമാനത്താണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യമുള്ള കാര്യമാണ്. പടച്ചവന്റെ മുമ്പിൽ ചോദ്യമുള്ള കാര്യമാണ്. എത്രത്തോളം എന്നാൽ അധികാര പദവിയിലെത്തുന്ന മനുഷ്യനോട് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും. അധികാരത്തിലെത്തുന്നവർ സ്ഥാനാർത്ഥികൾ, അവരോട് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ടാവും. മാത്രമല്ല, ആ അധികാര പദവിയിലോട്ട് ആ മനുഷ്യനെ നിർദ്ദേശിക്കുന്നവന്റെ നിർദ്ദേശത്തെയും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യപ്പെടുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് അധികാര പദവിയിലേക്ക് എത്തുന്നവർ അത് കേവലം ഒരു പദവിയല്ല, അത് കേവലം
ഗർവ നടിക്കാനും അഹങ്കരിക്കാനും ആളാകാനുമുള്ള പദവിയല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. കുല്ലുകും റായിൻ വ കുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. അത് അധികാര പദവിയാവാം, അത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാവാം, അത് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാകാം, അത് പള്ളിയുടെ ഉത്തരവാദിത്തമാകാം, അത് സംഘടനയുടെ ഉത്തരവാദിത്തമാകാം. ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ കൃത്യമായ മറുപടി പറയേണ്ടി വരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് അധികാര പദവി ഒരു ഉത്തരവാദിത്തമാണ്. അധികാര പദവിയിലേക്ക് ഒരു മനുഷ്യനെ നിർദ്ദേശിക്കുന്ന നിർദ്ദേശവും ഒരു ഉത്തരവാദിത്തമാണ്. അതിലെല്ലാം വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. സ്വാർത്ഥ താല്പര്യങ്ങളല്ല, മറിച്ച് നാടിന്റെ നന്മയ്ക്ക്, നാട്ടുകാരുടെ നന്മയ്ക്ക്, രാജ്യത്തിന്റെ നന്മയ്ക്കുതകുന്ന രീതിയിൽ കൃത്യമായ വിവേകത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പാണ് വിശ്വാസികളോടുള്ള ഇസ്ലാമിന്റെ അധ്യാപനം. വർത്തമാനകാല സാഹചര്യത്തെ മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം. രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള വിവേകം നമുക്കുണ്ടാവണം. വർത്തമാനകാല ലോകത്ത് നടക്കുന്നത് എന്താണ്? മൂകനും ബദിരനുമായി ജീവിക്കാനല്ല, കൃത്യമായ വിവേകത്തോടെ, അവബോധത്തോടെ, നിലപാടുകളോട് ഉത്തരവാദിത്ത പൂർത്തീകരണത്തിലേക്ക് ഓരോ വിശ്വാസിയായ വോട്ടർമാരും കടന്നു ചെല്ലണം. ഇത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ആരെയാണ്, ഏതു ഗുണമുള്ളവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇന്ന ഖൈറ മൻ ഇസ്തജറതൽ ഖവിയുൽ അമീൻ. അവൻ ശക്തനായിരിക്കണം. നിലപാടുകൾ ആടിയുലയുന്ന നിലപാടിന്റെ ഉടമകളല്ല, ആടിയുലയുന്ന ആമാശയത്തിനു വേണ്ടി പണയം വയ്ക്കുന്ന നിലപാടിന്റെ ഉടമകളെയല്ല, മറിച്ച് കൃത്യമായ ശക്തമായ നിലപാടുള്ളവർ, കൃത്യമായ ശക്തമായ വാക്കുകൾക്കുടമയുള്ളവർ, അതേപോലെ തന്നെ കൃത്യമായ രീതിയിൽ അമീൻ അഥവാ വിശ്വസ്തതയുള്ളവൻ. അങ്ങനെ വിശ്വസ്തതയും ശക്തരമായ നിലപാടുകളുടെ ഉടമകളെയും നാടിന്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നവരെയുമാകണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വിശ്വാസികളോടുള്ള വിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിർദ്ദേശമാണ്. ഇത് പാലിക്കൽ നാം ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി